നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഒരു കാര്യമുണ്ട് കേട്ടോ. കാര്യം എന്താ വെച്ചാൽ, കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ നിന്ന് വന്ന മിസ്റ്റേക്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ എന്നോട് ഒരാൾ പറഞ്ഞതാണ്, വീഡിയോ കണ്ട ഒരാൾ പറഞ്ഞതാണ് ഇങ്ങനെ മിസ്റ്റേക്കാണ്. അപ്പം ഞാൻ എനിക്ക് മനസ്സിലായത് മിസ്റ്റേക്കാണെന്ന്, തെറ്റാണെന്ന് മനസ്സിലായി. ഫസ്റ്റ് അല്ലേ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ തിരുത്തിയാൽ നല്ലതല്ലേ. അപ്പോൾ അതുകൊണ്ട് തിരുത്താമെന്ന് വിചാരിച്ച്. എന്താ വെച്ചാൽ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്, എന്താ വെച്ചാൽ ലോക്ക്ഡൗണ് നീട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാസർഗോഡ് നിന്ന് പുറത്ത് പോകാൻ പറ്റില്ല. അപ്പോൾ കാസർഗോഡ് തന്നെയുള്ള എല്ലാ കാഴ്ചകളും, കാസർഗോഡ് കാണിക്കാൻ പറ്റുന്ന എല്ലാ കാഴ്ചകളും കാണിക്കാമെന്ന് ഞാൻ പറഞ്ഞതാണ്, കവർ ചെയ്യാമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ അത് എനിക്കൊരു തെറ്റായിട്ട് തോന്നി. കാര്യം നമ്മൾ ലോക്ക്ഡൗൺ ആകുമ്പോൾ കാസർഗോഡ് തന്നെ ആണെങ്കിലും കുറച്ച് സ്ഥലങ്ങൾ, ചില സ്ഥലങ്ങൾ ലോങ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ലോങ് ആകുമ്പോൾ അത് ഇപ്പോൾ കൊറോണയുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തെറ്റാണ്. എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. അപ്പോൾ ശ്രദ്ധിച്ച ഒരാൾ എന്നോട് പറഞ്ഞു. ഏതായാലും അത് നല്ലൊരു കാര്യമാണ്. പക്ഷെ നമ്മൾ മിസ്റ്റേക്ക് ഇല്ലെങ്കിൽ, ചില ആൾക്കാർ ഇങ്ങനെ മിസ്റ്റേക്ക് ഇല്ലെങ്കിലും അവർ തെറ്റാണ്, അതാണ് എന്നൊക്കെ നെഗറ്റീവ് കുറേ പറയും. പക്ഷെ അത് ചെവിക്കൊള്ളണ്ട. പക്ഷെ നമുക്ക് തെറ്റാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം എന്തായാലും. അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ എനിക്ക് തെറ്റാണെന്ന് തോന്നി, കുറേ ലോങ്ങൊന്നും പോകണ്ടെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇനി മുതൽ നമ്മൾ എൻ്റെ നാട്ടിൽ തന്നെയുള്ള അടുത്ത് തന്നെയുള്ള കാഴ്ചകൾ മാത്രമേ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. ലോക്ക്ഡൗൺ കഴിയും വരെ ഏതായാലും അങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏതായാലും അതുപോലുള്ള അടുത്ത് തന്നെയുള്ള കുറച്ച് കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അടുത്തെന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു തോട്, ചാല് എന്നാണ് ഇവിടെ പറയാറ്. അപ്പോൾ നമ്മൾ അതാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. അപ്പോൾ നമ്മളെ സഫ്വാൻ്റെ എന്തോ ഇവിടെ അടുത്ത് തന്നെ ഒരു വീടുണ്ട്. സഫ്വാൻ്റെ ഫ്രണ്ടിൻ്റെ എന്തോ കാര്യത്തിന് വേണ്ടി പോയിട്ടുണ്ട്, പൈസ വാങ്ങാനെന്തോ. ഇന്ന് നമ്മുടെ കൂടെ വേറൊരാളും കൂടി ഉണ്ട് കേട്ടോ, പരിചയപ്പെടുത്താം. അവരങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ പുതിയൊരാളുണ്ടെന്ന് പറഞ്ഞത്, നമ്മളെ ചങ്ക് ബ്രോ ആണ്, തൻസീഫ്. നമ്മൾ മൂന്നാളും +1 +2 ഒന്നിച്ച് പഠിച്ചതാണ് കേട്ടോ. നമ്മളൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ട്, ടീം പ്ലഗ് എന്ന് പറഞ്ഞിട്ട്. 4 എത്ര ആളുണ്ടാവും ഇവിടെ? 5 6 നീ അവിടെ തന്നെയല്ല പഠിച്ച? എണ്ണാൻ പോലും അറിയുന്നില്ല. 7 ആളുണ്ട്. അല്ല 7 ആള്, 6 ഉറപ്പ് 7 ആളാ. ഗുഡ്. നമുക്ക് നീ, തൻസീബ്, ഞാന്, ഷക്കീർ, നിയാസ്, ബുനൈന്, മച്ചു, 8 എണ്ണാനറിയില്ല എനിക്ക്. അല്ല അപ്പുറം നമ്മൾ +2 തന്നെ. നീ എന്തല്ലേ +1? അത് ഞാൻ പറഞ്ഞത് +1 സോറി ഗൈസ്, ഇതൊന്നല്ല ഇതല്ല നിങ്ങൾക്ക് ഫസ്റ്റ് ആയിട്ട് കാണുന്നുണ്ട്. കൊറേ ഉണ്ട്, സഫ്വാൻ മുഹമ്മദിന്റെ കൊറേ ഉണ്ട്. പിടയ്ക്കുന്നത് അല്ല, സഫ്വാൻ മുഹമ്മദിന്റെ ഒരു ഇനിയുണ്ട് പിടയ്ക്കുന്നത് കുറെ ആളുണ്ട്. ഇതില്ല, എന്റേതുണ്ട്. ഗൈസ്, ഇതാണ് നമ്മുടെ ചൊക്കിപ്പൂ എന്ന് പറയും. ചൊക്കിപ്പൂ ഇപ്പോൾ അല്ല, കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇതിലൊരു ചെറിയൊരു ചുവന്ന കായ പിടിക്കും. ചൊക്കിപ്പഴം എന്നാൽ വാടാ. ചതിപ്പൂ. ഈ തോടിന് പറയുന്നത് പത്രചാല്. ഇത്
ഇത് പത്ര പോലെ പത്ര വീട്. അനുസരിച്ച് ഉണ്ടാവുന്നത് പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മളെ തോട്. ഇരുട്ട് പിടിച്ചിട്ടുണ്ട്, മൊത്തം കാടാണ്, ഫുള്ള് വള്ളിക്കാടുകളായിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഇരുട്ടുണ്ട്, ചെറിയൊരു പേടിയൊക്കെ വരും. ചെറിയൊരു പേടി വന്നാൽ നല്ല പേടിയാണ്. എന്നാലും ഫുള്ള് കാടായിട്ട് ഇരുട്ട് പിടിച്ചിട്ടുണ്ട്. ലൈറ്റ് കുറവാണ്, വീട്ടിൽ ലൈറ്റ് വെച്ചിട്ടില്ല, കാടായിരുന്നു. നമ്മൾ അങ്ങോട്ട് പോകല. അപ്പോൾ ഇവിടെ പൈപ്പ് കാണുന്നുണ്ടോ? കുറേ പൈപ്പുകൾ കാണുന്നുണ്ടോ? അത് ഒരു ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇത് കെട്ടിയിട്ട് പാറ കൊണ്ട് ചുറ്റും കെട്ടിയിട്ട് പിന്നെ വെള്ളം നിർത്തിച്ചിട്ട് അതിൽ നിന്ന് വെള്ളം എടുക്കുന്നതാണ് കേട്ടോ. മോട്ടർ ഉണ്ടാവണല്ലോ ഇവിടെ. മോട്ടർ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ കുഴിയൊക്കെ ഉണ്ടാക്കും ഇവിടെ കുറച്ച് കുളിക്കാനുള്ള സെറ്റപ്പാണ്. അപ്പോൾ ചെറിയൊരു വെള്ളച്ചാട്ടം പോലത്തെ കിട്ടുന്നില്ല.
അപ്പോൾ ഇത് തോടിൻ്റെ സൈഡ് ജസ്റ്റ് ചെറിയൊരു കുണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അത് മുകളിലത്തെ വീട്ടുകാർ, ഇതിൻ്റെ മുകളിൽ താമസിക്കുന്ന വീട്ടുകാർ താഴെ തോടിൻ്റെ സൈഡിൽ ജസ്റ്റ് ചെറിയൊരു കുണ്ടുണ്ടാക്കിയിട്ട് വെള്ളം എന്ന് പറയും അതിലേക്ക്. അപ്പോൾ ഉറവ് കിട്ടും ചെറിയ. അപ്പോൾ അതിൽ നിന്ന് വെള്ളം എടുക്കുന്നതാണ് സംഭവമാണിത്. അപ്പോൾ നമ്മൾ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭയങ്കര സൗണ്ടാണ് എടുത്തത്, വെള്ളത്തിൻ്റെ ഭയങ്കര സൗണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. ഇവിടെ ശരിക്കും കുളിക്കുന്ന സ്ഥലം ഇവിടെ അല്ല, ഇവിടെ കുളിക്കുന്നുണ്ട്, പക്ഷെ കുളിക്കുന്ന സ്ഥലം കുറച്ചും കൂടി അപ്പുറത്ത് പോവാണ്. ഇതാണ് കുളിക്കുന്ന സ്ഥലം, കുറച്ച് ആഴമുള്ള സ്ഥലമാണ് കേട്ടോ. ഒരാളുടെ പൊക്കത്തിൽ ആഴമുള്ള സ്ഥലം. ഒരു കൊല്ലത്തിൽ ഒരു വർഷത്തിൽ മഴ തുടങ്ങിയ പിന്നെ നമ്മൾ നാട്ടിലെ കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് വരും. ഇനിയും നല്ല കുറച്ചും കൂടി മഴ പെയ്തിട്ടുള്ള സമയമാണെങ്കിൽ നല്ല അടിപൊളി, നല്ല പവറിൽ ഇടുന്നൊക്കെ വെള്ളം പോകുന്ന കാണാം, ഭയങ്കര അടിപൊളിയായിട്ട്. എനിക്ക് തോന്നിയത് നമ്മുടെ ബേവിഞ്ച പുഴയില്ല, ബേവിഞ്ച തെക്കൽപ്പുഴ, അടുത്തേക്ക് ഒഴുകുന്ന എന്താ ആരോ വാഷിംഗ് മെഷീനെല്ലാം കൊണ്ടുവച്ചു, പണ്ട് കാലത്തെ വാഷിംഗ് മെഷീൻ. ഓക്കെ, പാക്രോം ചേട്ടൻ വിളിച്ചിരിക്കുന്നില്ല. ഹലോ തവളച്ച, എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ പറഞ്ഞ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഇന്നത്തെ കാഴ്ച. അടിപൊളിയല്ല, നല്ല അടിപൊളി മൂടാണ്. ചെറുതായിട്ട് മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇനിയുള്ള വീഡിയോസ് എൻ്റെ നാട്ടിൽ തന്നെ എൻ്റെ വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതുപോലുള്ള കാര്യങ്ങളായിരിക്കും എനിക്ക് വീഡിയോസ് വരുന്നത്. വീടിൻ്റെ അടുത്ത് തന്നെയുള്ള അതുപോലുള്ള കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ, ട്രാവൽ വീഡിയോസാണ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത് നാട്ടിൽ തന്നെയുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെന്താ, വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. സഫുവാൻ എന്ത് പറയാനുള്ള? പറയാനില്ല, പിന്നെ പറയാനെന്തില്ലെങ്കിൽ ഇപ്പോൾ ട്രാവൽ ബ്ലോഗൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള കുറച്ച് ഇങ്ങനത്തെ ചാലുകളും കുറച്ച് തുട്ടുകാലിന്നെല്ലാം കണ്ടിട്ട് ഇങ്ങനത്തെ വീഡിയോ അങ്ങനത്തെ എല്ലാം തിരി പോകാനാണ് പ്ലാൻ സവാദിൻ്റെ. അപ്പോൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. നിങ്ങളെ സപ്പോർട്ടിലാണ് എല്ലാം ഇതൊക്കെ സെറ്റാക്കി എടുക്കുന്നത്. അതാ സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. ഓക്കെ, എന്തുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, നെഗറ്റീവോ പോസിറ്റീവോ എന്തുണ്ടോ പ്രശ്നമില്ല, ഫുൾ സപ്പോർട്ട്. ഓക്കെ, നമ്മളെ തൻസീവിന് എന്ത് പറയാനോ നോക്കാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.